പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, ഞാൻ ഇവിടെ നിൽക്കുന്നത് വളരെ വികാരഭരിതനായിട്ടാണ്. കാരണം എൻ്റെ ജീവിതത്തിലെ ഒരു സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകൻ എന്ന നിലയിലും പ്രവർത്തകൻ എന്ന നിലയിലുള്ള അനുഭവങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും വൈകാരികമായിട്ട് ഏറ്റവും അധികം സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു വല്ലാത്ത നിമിഷമാണ് ഈ ഒരു സദസ്സിൻ്റെ മുമ്പിലുള്ള എൻ്റെ ഈ നിൽപ്പ്. ഇത് ഒരുപക്ഷെ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഒരു വഴിത്തിരിവ് സൃഷ്ടിച്ചേക്കാവുന്ന ഒരു മഹാസംഭവമായി നാളെ മുദ്രണം ചെയ്യപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുൻപത്തെ ചരിത്രങ്ങൾ നോക്കുമ്പോൾ അങ്ങനെയാണ്. നമുക്കറിയാം 1917 ഇവിടെ എറണാകുളത്തിനടുത്ത് ചെറായി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരാൾ, സഹോദരൻ അയ്യപ്പൻ എന്ന് പിന്നീട് അറിയപ്പെടുന്ന അയ്യപ്പൻ മാഷ് എന്ന് പറയുന്ന ഒരാൾ ഒരു 4-5 പേരെ വട്ടത്തിലിരുത്തിയിട്ട് ചോറ് വിളമ്പിക്കൊടുത്തു. അവരത് കഴിച്ചു, എണീറ്റ് പോയി. അത്രയേ ഒരു സംഭവം നടന്നിട്ടുള്ളൂ. പക്ഷേ ആ സംഭവം കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിലെ വെള്ളി ലിപികളിൽ രേഖപ്പെടുത്തപ്പെട്ടു എന്നുള്ളതാണ്. അതിൻ്റെ അന്നത്തെ പ്രസക്തിയിലേക്കും കാര്യങ്ങളിലേക്കും ഒന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. പക്ഷേ ഇന്ന് നമ്മൾ 4-5 ആൾക്കാരെ, ഒരു പൊലേനെ, ഒരു നായരെ, ഒരു തീയനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഒരു മേശയിലോ അല്ലെങ്കിൽ ഒരു പന്തിയിട്ടിട്ട് ചുറ്റും ചോറുണ്ടാൻ ഇരുന്നാൽ അതൊരു മഹാസംഭവമാണ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ പരിഹാസ്യമായിട്ടുള്ള വേറൊന്നില്ല. ഞാനിത് പറയാൻ കാരണം, മാറ്റങ്ങളെ 917 എന്ന് പറയുന്ന ഒരു നൂറ്റാണ്ട് മുമ്പാണ്. ആ ഒരു നൂറ്റാണ്ട് മുമ്പ് അങ്ങനെ ഒരു സംഭവത്തിന് കേരളീയ സമൂഹത്തിനുണ്ടായിരുന്ന പ്രസക്തിയും പ്രാധാന്യവും ഇവിടെ ഇരിക്കുന്ന നിങ്ങളാരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ആ സംഭവം ഒരു ചരിത്ര സംഭവമായി മാറിയത്. പക്ഷേ അവിടെ നിന്ന് ഒരു ഏകദേശം 100 വർഷം കഴിഞ്ഞ് നമ്മളിവിടെ കൂടിയിരിക്കുമ്പോൾ വരാനിരിക്കുന്ന ഒരു ചരിത്രത്തിൻ്റെ നമ്മുടെ മുമ്പിലുള്ള ഒരു പുതിയ ജനറേഷൻ എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താണോ പ്രതീക്ഷിക്കുന്നത്, അത് ആ ജനറേഷന് നൽകാനുള്ള ഒരു പുതിയ സംരംഭത്തിൻ്റെ തുടക്കമായിട്ടാണ് ഞാൻ ഈ ഒരു ചെറിയ മീറ്റിങ്ങിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നാളെ ചരിത്രത്തിൻ്റെ ഒരു വഴിത്തിരിവായിട്ട് രേഖപ്പെടുത്തപ്പെട്ടേക്കാം. അതിന് കാരണമായ ഏതാനും വ്യക്തികളിൽ ഒരു വ്യക്തി എന്ന നിലക്ക് എനിക്ക് വളരെയധികം അഭിമാനവും സന്തോഷവും തോന്നുന്ന ഒരു മുഹൂർത്തമാണിത്. ഫേസ്ബുക്ക് പോലുള്ള ജനകീയ മാധ്യമങ്ങൾ ഇന്ന് അതിന് നമ്മുടെ സമൂഹത്തിൽ ലോകത്താകെയുമുള്ള സ്വാധീനം എത്രത്തോളം വലുതാണ് എന്നതിന് നമ്മൾ അധികം ഉദാഹരണങ്ങളിലേക്കൊന്നും പോകണ്ട. കെജ്രിവാൾ പോലുള്ള സംഭവങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അവിടേക്കൊക്കെ നയിച്ചത് ഇത്തരത്തിലുള്ള പുതിയ തലമുറയെ സ്വാധീനിക്കുന്ന മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കേരളത്തിൽ സ്വതന്ത്ര ചിന്തയും ശാസ്ത്രബോധവും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിന് മുൻകൈയെടുത്ത എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. ഞങ്ങളൊക്കെ കൂടി ആലോചിച്ചിട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത്രയൊന്നും പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെപ്പോലെ ചിന്തിക്കുന്ന വല്ല ഭ്രാന്തന്മാരും 2-3 പേര് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരായിട്ടൊരു സൗഹൃദം സ്ഥാപിക്കാമല്ലോ എന്ന ചിന്ത മാത്രമാണ് നമ്മളെ അന്ന് ഇങ്ങനെ ഒരു ഇതിലേക്ക് നയിച്ചത്. പക്ഷെ അതിൻ്റെ സാധ്യതകൾ അനന്തമാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ 2-3-4 വർഷത്തെ അനുഭവങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞത്. ഞാൻ ഇതിൽ വരുന്നതിന് മുമ്പ് ബ്ലോഗ് എഴുതാറുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ കമ്പ്യൂട്ടർ എന്ന സാധനം കൈകൊണ്ട് തൊടുന്നത് 2000-ലാണ്, 14 വർഷം. അതിനു മുമ്പ് ഞാനൊരു നിരക്ഷരനാണ് കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിൽ. എന്നെ അത് പഠിപ്പിച്ചത് എൻ്റെ മക്കളാണ്. കമ്പ്യൂട്ടർ എന്താണെന്നും അതെങ്ങനെ ഉപയോഗിക്കാമെന്നും എന്നതും തൊട്ട് ഫേസ്ബുക്കിൽ എങ്ങനെ അക്കൗണ്ട് തുടങ്ങാം എന്നത് വരെയും അതിലെങ്ങനെ ഗ്രൂപ്പ് തുടങ്ങാമെന്ന്, എങ്ങനെ കമൻ്റ് ഇടാം, എങ്ങനെ പോസ്റ്റ് ചെയ്യാം, എങ്ങനെ ലൈക്ക് ചെയ്യാം എന്നത് വരെയും എന്നെ പഠിപ്പിച്ചത് എൻ്റെ മക്കളാണ്. മക്കൾ അച്ഛന്മാരെ പഠിപ്പിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് ഉൾക്കൊള്ളാൻ പക്ഷെ പല അച്ഛന്മാർക്കും
കഴിയാത്തൊരു അവസ്ഥയുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, സഹോദരൻ അയ്യപ്പൻ ചോറ് വിളമ്പിയതുപോലെ ഇന്ന് നമ്മൾ ചോറ് വിളമ്പാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ പരിഹാസ്യരാവുകയുള്ളൂ. ഞാനിത് ഒരുപാട് അർത്ഥം വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. കാരണം കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനം, സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനവുമൊക്കെ ഒരു 50 കൊല്ലം മുമ്പ്, അല്ലെ അത് തുടങ്ങിയ കാലത്ത് എന്തൊക്കെയാണോ പറഞ്ഞിരുന്നത്, അത് തുടങ്ങിയ കാലത്ത് എന്തൊക്കെ രീതിശാസ്ത്രങ്ങളാണോ ഉപയോഗിച്ചിരുന്നത്, അന്നത്തെ സാങ്കേതിക സംവിധാനങ്ങൾ എന്തൊക്കെയാണോ, അവിടെ തന്നെ നിൽക്കുന്ന അവസ്ഥ, വളരെ ദയനീയമായ അവസ്ഥ ഇന്നും ഉണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അത്തരം പ്രസ്ഥാനങ്ങളൊക്കെ വൃദ്ധസദനങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. കുറേ തലനരച്ച ആളുകൾ വന്നിരിക്കുക, അത് ഓരോ വർഷം കഴിയുമ്പോൾ എണ്ണം കുറഞ്ഞു വരും. അവസാനം അത് വംശനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ. ഇത് കേരളത്തിലെ സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു വലിയ അപകടം ഉണ്ടാവാൻ പോകുന്നു എന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തിരിച്ചറിയുകയും അത് സംഘടനയ്ക്കകത്തും സംഘടനയ്ക്ക് പുറത്തും നമുക്ക് പറയാവുന്ന വേദികളിലും ഒക്കെ ചെറിയ തോതിൽ പറയുകയും ചെയ്തതിൻ്റെ പേരിൽ ചില പീഡനങ്ങളൊക്കെ, സംഘടനാപരമായ പീഡനങ്ങൾ വരെ ഏറ്റുവാങ്ങേണ്ട അനുഭവം എനിക്കുണ്ടായിരുന്നു. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ അവസരത്തിൽ ഞാൻ എൻ്റെ സമയം, നിങ്ങളുടെ സമയം, എൻ്റെ സമയമല്ല, നിങ്ങളുടെ സമയം അപഹരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ സന്തോഷവും അഭിമാനവും നിങ്ങളുടെ മുമ്പിൽ പങ്കുവെച്ചുകൊണ്ട് ഇതിവിടെ അവസാനിക്കുന്നില്ല, ഇതിവിടെ തുടങ്ങുകയാണ്. ഈ നോട്ടീസിലും ഇതിൻ്റെ തുടക്കത്തിനെ സംബന്ധിച്ചും നമ്മൾ പറഞ്ഞത് ഇതൊരാരംഭമാണ്. നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ പ്രദേശങ്ങളിലും ഇതുപോലുള്ള ശാസ്ത്ര പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകാം. മാത്രമല്ല, ഇതിൻ്റെ സംഘാടകരുടെ മനസ്സിൽ അതിനേക്കാളൊക്കെ വിപുലമായ ഒട്ടേറെ സാമൂഹ്യ സേവന പദ്ധതികളൊക്കെ ഉണ്ട്. അതൊക്കെ അവർ ഇവിടെ വിശദീകരിക്കും. ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് ഒരു വലിയ ഭൂകമ്പം തന്നെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. യാതൊരു തർക്കവുമില്ല. അതിൻ്റെ തുടക്കമായി ഈ സംഭവം മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്